ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല എന്നത്തെ റെസിപ്പി. നല്ലൊരു അടിപൊളി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കണ്ടിട്ട് വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടമാവുകയെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ കമൻറ്റ് എഴുതാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകിയിട്ടൊന്ന് അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഗരം മസാലപ്പൊടിയും ഉപ്പും കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ മസാലേൻ്റെ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കണം കാട്ടി മുപ്പിട്ട് തന്നെ ഞാൻ ചിക്കൻ ഒന്ന് റെഡിയാക്കിയിട്ട് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് മസാല പിടിക്കട്ടെ വെച്ചിട്ട്. അപ്പോൾ ഇതാ ഇനി ഞാൻ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചിക്കൻ നമുക്ക് ഇനി പൊരിച്ചെടുക്കാം കേട്ടോ. കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാൻ പൊരിച്ചെടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ചിക്കൻ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് ഉള്ളി ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ. മസാലക്കുള്ള ഉള്ളി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും മസാല കുറച്ച് അധികം വേണം കേട്ടോ ബിരിയാണിയിലേക്ക്. അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഉള്ളി തന്നെ എടുക്കും. അപ്പോൾ ചിലവർക്കെല്ലാം അധികം മസാല ഇല്ലാണ്ട് കഴിക്കാനായിരിക്കും ബിരിയാണി ഇഷ്ടം. പക്ഷേ ഇവിടെ എല്ലാവർക്കും മസാല വേണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഉള്ളി എനിക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചിക്കനൊന്ന് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഫ്രൈ ആക്കാൻ ഞാൻ നിന്നിട്ടില്ല. കുറച്ച് മാത്രമാണ് ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. എന്താ വെച്ചാൽ ബിരിയാണിക്ക് അധികം അങ്ങ് ഫ്രൈ ആയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിയെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയെല്ലാം ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ പൊരിച്ച എണ്ണയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചെമ്പ് വെച്ചിട്ട് കുറച്ച് നെയ്യും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഉള്ളി വാട്ടാൻ പോകുന്നത്. ഇത് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെമ്പിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് നല്ലോണം വാടി വരട്ടെ. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ വേഗം ഉള്ളി വാടി വരും കേട്ടോ. അപ്പോൾ ഇതാ ഉള്ളി അത്യാവശ്യം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ ചേർക്കുന്നത്. വേറൊരു പൊടികളും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇതാ ഞാൻ തക്കാളിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി വെന്ത് വന്നപ്പോൾ ഞാൻ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇഞ്ചി പച്ചമുളക് അതുപോലെ വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചതച്ചതും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം അതിലൊന്ന് കിടന്നിട്ടൊന്ന് വെന്ത് വരട്ടെ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മസാല ഒന്ന് മൂടി വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചത് ഞാൻ. എന്നിട്ട് പിന്നെ ഇതാ കൊത്തമ്പീറും പുതിനയും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇനിയും ഒന്നങ്ങ് മൂടി വെക്കാം കേട്ടോ. എന്താ വെച്ചാൽ മസാല ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ മൂടി വെച്ചാൽ മസാല ഒക്കെ അങ്ങ് നന്നായി വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ മസാല വെന്ത് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ നമുക്കിനി ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാവേ. ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്ത് മിക്സാക്കിയിട്ട് ഇനി നമുക്ക് ചെറുനാരങ്ങ ഒന്ന് വീത്തി കൊടുക്കണം കേട്ടോ. തൈര് ഉണ്ടെങ്കിൽ തൈര് വീത്തി കൊടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ വീത്തി കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ തൈരില്ലാത്ത കാരണം ഞാൻ ചെറുനാരങ്ങ കേട്ടോ വീത്തി കൊടുത്തത്. അപ്പോൾ ഇതാ ഞാൻ വേറൊരു അതിൽ തന്നെ നമ്മളെന്താ പറയുക ചിക്കൻ വറുത്ത ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബിരിയാണിയിലേക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ട് ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കവിടെ അപ്പോൾ ഇതാ ചോറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗരം മസാലേൻ്റെ എല്ലാതും എടുത്ത് വെച്ചിട്ടുണ്ട്. പട്ട, ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ തന്നെ വലിയ ജീരകം, അതുപോലെ ബേ ലീഫ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്തത് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടാണ് കേട്ടോ കഴുകിയിട്ട് എടുത്തിട്ടുള്ളത്, അരിപ്പയിലിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ അത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് തന്നെയാണ് 3 ഗ്ലാസ് അരി എടുത്തത്. അപ്പോൾ ഞാൻ അത്യാവശ്യത്തിന് 5 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നല്ലോണം ഒന്ന് വെന്ത് വരുള്ളൂ. അപ്പോൾ ഇതട്ടോ നമ്മളെ വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അരിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് അത്യാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവേ. പിന്നെ നമുക്ക് കുറച്ച് ചെറുനാരങ്ങയും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ അരി ഒന്ന് കുറച്ച് വെള്ളം വറ്റുന്നവരെ നമ്മൾ ഒന്ന് മൂടി വെക്കാണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റുമ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം വെള്ളം വറ്റിയാൽ പിന്നെ നമുക്ക് ആ ഗ്യാസ് സ്ലോ ആക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കിനി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഞാനൊന്ന് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ചോറൊന്ന് മറിച്ചിട്ടിട്ട് ഒന്നുകൂടി ഞാനൊന്ന് മൂടി വെച്ചിട്ട് തന്നെയാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ അത് പിന്നെ നമുക്ക് വേവായി കിട്ടും. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ചോറ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ദമ്മിടാം കേട്ടോ. ഞാൻ മസാല അടിയിൽ ആക്കിയിട്ടുണ്ട്. ആ ചെമ്പിൽ തന്നെയാണ് ദമ്മിടുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് കൊത്തമ്പീറും പുതിനയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കിയതും കൂടിയിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് എന്താ പറയുക, ചോറൊന്ന് നല്ലോണം ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ. അമർത്തി കൊടുത്തിട്ടാണ് നമുക്കിനി നമ്മൾ പുതിനയും കൊത്തമ്പീറും ഉള്ളിയെല്ലാം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമുക്ക് ഒരു ലെയറും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിരിയാണി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്. ദം ബിരിയാണി, തലശ്ശേരി ദം ബിരിയാണി വെക്കാത്തതിലെല്ലാം ഇതൊന്ന് വെച്ച് നോക്കണേ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറൊക്കെ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കളറോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷെ നമുക്ക് ദമ്മിട്ടിട്ട് എടുത്താൽ നമ്മൾ അടിപൊളി നല്ല മഞ്ഞ കളർ ഉണ്ടാവും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഇതിട്ടിട്ട് നമ്മൾ ചെറിയൊരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വലിയ മൂടി വെച്ചിട്ട് നമ്മൾ ദമ്മിടാൻ വെക്കുകയാണ് കേട്ടോ. അത് നമ്മൾ അങ്ങനെ വെക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മൾ ഉള്ളിൽ ആവിയൊന്നും നമുക്ക് പുറത്ത് വരരുത്. അങ്ങനെ ആകുമ്പോൾ ബിരിയാണിക്കൊരു എന്താ പറയുക, ഒരു മണോ ഒരു ടേസ്റ്റോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ദമ്മിട്ട് നോക്കൂ. ഇങ്ങനെ ഒരു പാത്രം അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം കൂടി വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ ഒരു ചെറിയൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പരന്നൊരു ചപ്പാത്തിൻ്റെ ഒരു ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ നമ്മളെ കല്ലും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ചോറ്. ഇനി ദമ്മിട്ടിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതട്ടോ നല്ല ആവിയെല്ലാം വന്നിട്ട് നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൻ്റെ മുകളിൽ നിന്ന് എല്ലാ ചോറും എടുത്തു മാറ്റണം കേട്ടോ. മസാല നമ്മൾ മാറ്റുന്നില്ല, അതിൽ തന്നെ നമ്മൾ മിക്സ് ആക്കുന്ന. പക്ഷേ ഇതിൽ എത്ര ചോറാണ് ഉണ്ടായിരുന്നത് അത്രയും നമ്മൾ ആ ചോറ് വെച്ച ചെമ്പിലേക്ക് തന്നെ മാറ്റണം കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ചോറ് ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം. മിക്സാക്കിക്കില്ല ചികിൽ നമ്മൾ കാണില്ലേ ഒരു എന്താ പറയുക കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അത് ഇങ്ങനെ എടുത്തിട്ട് അന്നേരം തന്നെ മിക്സാക്കാത്ത കാരണമാണ് അങ്ങനെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചോറെല്ലാം ഇവിടെ ബിരിയാണി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ലൊരു അടിപൊളി റെസിപ്പി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ നമ്മൾ വേറെ വീഡിയോ ഇട്ട് ഇനി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ആരും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും കമൻറ്റ് അയക്കാനൊന്നും മറക്കരുതേ. എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി അയക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.